ഈ പട്ടം കിട്ടിയ ഉടനെ DJ പാർട്ടിക്കൊക്കെ പോകുന്ന അച്ഛന്മാര്, ഡാൻസ് കളിക്കുന്ന അച്ഛന്മാര്, ഇവരൊക്കെ ദാരിദ്ര്യവ്രതം എടുത്തിട്ട് ആണ് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്. കുർബാന തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഈ തർക്കത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് കുർബാന അർപ്പിക്കുക, അച്ഛൻ നമ്മളിപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ കാര്യങ്ങള് അച്ഛനെ ബാധിച്ചു. ഒരു അച്ഛൻമോനെ കിട്ടിയതിന്റെ സന്തോഷത്തിലല്ലേ? അച്ഛനും ഒക്കെ സുഖമായിട്ടിരിക്കണോ? ഇപ്പൊ പട്ടം കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം. അച്ഛനെ എവിടെയായിരുന്നു ഇതിനു മുമ്പ്? ഞാൻ ഇതിനു മുമ്പ് തിയോളജി പഠിച്ചുകൊണ്ടിരുന്നത് ഭോപ്പാലായിരുന്നു. ഭോപ്പാൽ സമന്വയ തിയോളജി കോളേജ് എന്ന് പറയും, അവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അച്ഛനെ തന്നെ പരിചയപ്പെടുത്താമോ? ഞാൻ എൻ്റെ പേര് ജെറിൻ ആലപ്പാട്ട് എന്നാണ്. ഞാൻ CMI ആണ്. ദേവമാത പ്രവിശ്യ തൃശ്ശൂർ ദേവമാത പ്രവിശ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. പച്ചനായത് ഫസ്റ്റ് ഇയർ ഇവിടെ വരന്തരപ്പള്ളിയിലൊക്കെ ആയിരുന്നു പഠിച്ചത്. ഫസ്റ്റ് ഇയർ വരന്തരപ്പള്ളി, പിന്നെ നോഷിറ്റ്, പിന്നെ ഫിലോസഫി വർദ്ധയിൽ മഹാരാഷ്ട്രയിൽ, പിന്നെ ഡിഗ്രി മഹാരാഷ്ട്രയിൽ ധൂലെ മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ധൂലെ മിഷനിലാണ് പഠിച്ചത്. ധൂലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. അവിടെ ജൽഗാവിൽ CHF ഞങ്ങൾ പോകാറുള്ള സ്ഥലം. പിന്നെ റീജൻസി അവിടെ നന്ദൂർ ബാർ എന്ന് പറയും, അവിടെ തന്നെ പഠിച്ചത്. പിന്നെ തിയോളജി ഭോപ്പാൽ. അങ്ങനെ 12 വർഷമാണ് പഠനകാലം. ഞാൻ +2 കഴിഞ്ഞിട്ടാണ് സഭയിൽ ചേരുന്നത്. അതുവരെ +2 പഠിച്ചത് വേലൂർ ലിസി ഭവനിലാണ്. അതിന് ശേഷമാണ് ദേവളി ഒന്നുകൂടി ആഗ്രഹമൊക്കെ തോന്നിച്ച് ദേവളിക്ക് വേണ്ടി പോകുന്നത്. എന്തായിരുന്നു അച്ഛനെ ഇൻസ്പയർ ചെയ്തവരല്ലെങ്കിൽ ഈ ഒരു വിളി സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ? സത്യത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എൻ്റെ ബാപ്റ്റിസം നെയിം എന്ന് പറയുന്നത് സെയിൻറ്റ് ഡാമിയനാണ്. സെയിൻറ്റ് ഡാമിയൻ്റെ അന്നത്തെ അല്ലെങ്കിൽ ഈശോ സഭയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു. പക്ഷേ എൻ്റെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് അവിടെ ചേരാനോ അല്ലെങ്കിൽ അതിലേക്ക് പോകാനോ ഉള്ളൊരു അവസരം ഉണ്ടായില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് സന്യാസ സഭയായിരുന്നു കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു കമ്മ്യൂണിറ്റി വൈബൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സന്യാസ സഭയായിട്ടുള്ള CMI ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതിൽ കാരണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ കസിൻസ് മുഴുവൻ CMI സഭയിലാണ്. അപ്പോൾ അത് തന്നെ കൂടുതലും CMI സഭയെക്കുറിച്ച് കുറച്ചും കൂടി അറിയാനും അല്ലെങ്കിൽ പോകാനുള്ളൊരു വേ ഈസിയാക്കി തന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ CMI സഭയിൽ ചേർന്നു. അവിടെ ഞാൻ സന്തോഷവാനാണ്. അപ്പോൾ മുണ്ടത്തിക്കോട് ഇടവകയുടെ ഗോൾഡൻ ജൂബിലിയും കൂടിയാണ്. ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ തന്നെ അച്ഛൻ്റെ പട്ടം വന്നത് എന്തോ ഒരു ദൈവ നിയോഗം പോലെ ഒരു അനുഗ്രഹമായി ഞങ്ങൾക്ക് തോന്നുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അത് ദൈവാനുഗ്രഹം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പോകുന്ന സമയങ്ങളിൽ നമുക്കറിയില്ല ഇങ്ങനെ ഗോൾഡൻ ജൂബിലി ഉണ്ടാവുമോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഇത്രയും വലിയൊരു ആഘോഷം ഉണ്ടാവുമോ എന്നുള്ള ഒരു ചിന്തിച്ചിട്ടൊന്നല്ല നമ്മൾ പോകുന്നത്. അന്നത്തെ ദൈവവിളി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ പോകുന്നു. പക്ഷേ കോയിൻസിഡൻസ് എന്ന് പറയുമ്പോൾ ദൈവം നിയോഗിച്ചിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള സമയം അതായിരുന്നു ഈ ഗോൾഡൻ ജൂബിലി. അപ്പോൾ എന്നെ സംബന്ധിച്ചും സന്തോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമയത്ത് അത് ദൈവം ഒരു ഗിഫ്റ്റായിട്ട് നൽകുന്നത് പോലെ, പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു വൈദികനെ നൽകുക ഇടവക ജനത്തിന്, അതിൽ ഞാൻ സന്തോഷമാണ്. ഈ CMI സഭയിലേക്ക് പോകാനുള്ള എവിടെ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്? എൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞു, ഞാൻ CST അച്ഛന്മാരുടെ കൂടെ അവിടെയായിരുന്നു +2 പഠിച്ചത്. അന്നതുപോലെ എവിടേക്ക് പോകണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആ അച്ഛന്മാർ, പിന്നെ എൻ്റെ കസിൻ അച്ഛന്മാർ മുഴുവൻ CMIയിലാണ്, അതുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ളത് എൻ്റെ വിശുദ്ധനെയാണ്, സെയിൻറ്റ് ഡാമിയൻ. അപ്പോൾ അച്ഛൻ്റെ വിശുദ്ധൻ്റെ
ഇതിൽ സഭയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഈശോ സഭയാണെന്ന് അറിഞ്ഞു. അന്നത്തെ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും എനിക്ക് ആ സഭയിൽ ചേരാനായിട്ട് സാധിച്ചില്ല. പിന്നെ എനിക്ക് ഏറ്റവും അടുത്തായി തോന്നുന്നതും ഫെമിലിയർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് CMI സഭയാണ്. അതുകൊണ്ടാണ് ഞാൻ CMI സഭയിലേക്ക് കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്തത്. അവിടെ അന്നത്തെ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പോയി CMI സഭയിൽ ഇൻ്റർവ്യൂവിന് പോവുകയും മറ്റേ വൊക്കേഷൻ ക്യാമ്പിന് പോവുകയും അവിടെ നിന്ന് തന്നെ അവരെന്നെ സ്വീകരിക്കുകയും ചെയ്തു. അതൊരു ദൈവനിയോഗമായിരുന്നു. അതിൽ ഞാൻ ഹാപ്പിയാണ് CMI സഭയിലായിരിക്കുന്നത്. ചാവറയച്ചൻ്റെ സഭയിൽ ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ ഒത്തിരി സന്തോഷമാണല്ലേ? സന്തോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സന്യാസ സഭയാണ് CMI സഭ. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഇൻസ്പയർ ആയിരുന്നു എനിക്ക്. പണ്ട് ചാവറച്ചൻ കാലത്തിനനുസരിച്ച് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്പയറായി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലും CMI സഭയിൽ ചേർന്നത്. അച്ഛന് ഈ ജീവിതത്തിലേക്ക് ഇപ്പോൾ അച്ഛൻ ഇൻസ്പിറേഷൻ ഷെയർ ചെയ്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു പെർട്ടിക്കുലർ പേഴ്സൺ, ഒരു പെർട്ടിക്കുലർ വ്യക്തിയോ ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തന്നെ ഒരാൾ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ വളർന്നു വന്ന സമയത്തോ ആരെങ്കിലും സ്പെഷ്യലായിട്ട് ഈ ഒരു ജീവിതത്തിലേക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? കുട്ടിക്കാലം തൊട്ട് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ളവർ വിചാരിക്കും എന്താണ് തള്ളി മറിക്കുന്നതെന്ന് വിചാരിക്കും. ആഗ്രഹം ഉണ്ടായത് എന്ന് പറയുന്നത് പണ്ട് ചെറിയ പള്ളിയായിരുന്നു. എല്ലാ ദിവസവും കാലത്ത് പള്ളിയിലേക്ക് ഇവിടുന്ന് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് നിൽക്കുക. ചെറിയ വഴിയാണ് സെൻട്രൽ പാത. അപ്പോൾ അച്ഛൻ കുർബാനയ്ക്ക് കൊടുത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയുമ്പോൾ എങ്ങനെ പോയി കാപ്പിയൊക്കെ മേത്ത് തട്ടും. അപ്പോൾ ആദ്യം നമുക്കങ്ങനെ വലിയ വികാരത്തോടു കൂടി അല്ലെങ്കിലും ചെറുപ്പത്തിൻ്റെ പ്രായത്തിൽ നമ്മൾ നിൽക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇതേപോലെ അച്ഛൻ ഓർഡറുമെന്ന് തിരുവസ്തിയൊക്കെ എടുത്ത് തിരിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം അത് കഴിഞ്ഞ് പോകുമ്പോൾ ആ ഉടുപ്പൊക്കെ മേത്ത് ടച്ച് ചെയ്തപ്പോൾ ഒരു ചെറിയ ആഗ്രഹം അച്ഛനാവാൻ പോയാലോ എന്ന് ജസ്റ്റ് ഉള്ളിലൊന്ന് തോന്നിപ്പിച്ചു എന്ന് മാത്രം. അത് പിന്നെ നമ്മൾ ഇതേപോലെ സ്കൂളിൽ പഠിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ CKC സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ. ഇപ്പോൾ സിസ്റ്റേഴ്സ് എന്തായാലും നമുക്കറിയാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചറിയും. ആ ചോദിച്ചറിയുന്ന സമയത്ത് അന്ന് ഇത്രയും കുട്ടികളുടെ ഇടയിൽ ഞാൻ പറഞ്ഞ ചങ്കൂറ്റത്തോട് പറഞ്ഞൊരു കാര്യമാണ് അച്ഛനാവാൻ പോവാം എന്നുള്ളത്. കാരണം എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറൊക്കെ പറയുമ്പോൾ അതിനിടയിൽ ഒരു വെറൈറ്റി വരണ്ടതെന്ന് വെച്ച് ഞാനും പറഞ്ഞു അച്ഛനാവാൻ പോവാം. അപ്പോൾ അത് സിസ്റ്റേഴ്സിന് കുറച്ചും കൂടി ഇഷ്ടമായി. അവരെന്നെ കൂടുതൽ കുറച്ചും കൂടി പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ ചെറുപ്പത്തിൽ അവർ കൂടുതലും വീടുകളിലേക്ക് വരികയും അതുപോലെ തന്നെ സംസാരിക്കുകയും നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ നമ്മളെന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ തന്നെ അവർ വീട്ടിൽ വരുമ്പോൾ അമ്മോടൊക്കെ പറഞ്ഞ് അപ്പോൾ വീട്ടിൽ അമ്മയായാലും പറയാറുണ്ട് അച്ഛനാവാൻ പോകുന്നത് നല്ലതാണ്. അങ്ങനെ നല്ല ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ. അതാണ് ആദ്യത്തെ അച്ഛനാവണം എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടാകാനുള്ള കാരണം. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ രണ്ടാമതൊരു ചോദ്യം വന്നത്, പോകുന്നില്ലേ എന്ന് വെച്ച്. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ എന്താ പറയുക, ചെറുപ്പത്തിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ആഗ്രഹം ജനിക്കുന്നതും അത് പിന്നെ മാറ്റിവെക്കാതെ മുന്നോട്ട് പോയത്. സിസ്റ്റേഴ്സ് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് അല്ലേ? ഇവിടെ എവിടെയാണ്? ഇവിടെ വേലൂർ നടുവിലങ്ങാടി ഇങ്ങനെ ചുങ്കം. അറിയാം അവിടെ നടുവിലങ്ങാടി ഞങ്ങളുടെ ഫാമിലി അവിടെ ഫാക്ടറി എന്ന് പറയാം ഞങ്ങളുടെ സ്ഥാപനം. അറിയാം. ഞാൻ പഠിച്ച കോളേജിൻ്റെ തൊട്ടടുത്താണ്. യെസ്. അവിടെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ അവിടെ രണ്ടുപേരും അവിടെ കൗൺസിലിംഗ് സെന്റർ ആണ്. മെയിനായിട്ടും കോഴ്സുകളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. സിസ്റ്റർ അവിടെ മീഡിയ ഇൻചാർജാണ്. നമ്മുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഒരു അബ്രിവേഷനാണ് നമ്മുടെ ഫാക്ടറി എന്ന് പറയുന്നത്. അവിടെ ഒത്തിരി കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേ കോഴ്സുകൾ സിസ്റ്റേഴ്സിനെ ഒരുക്കുന്നതാണ്. പല കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് അവിടെ കോഴ്സിന് വന്ന് നമ്മൾ കുറേ നാളെ ഒരു 38-39 വർഷമായി നമ്മളവിടെ സേവനം ചെയ്യുന്നു. അപ്പോൾ കോഴ്സുകൾ ഇങ്ങനെ ഓരോ ബാച്ച് ഇങ്ങനെ സിസ്റ്റർമാർ പഠിച്ചിറങ്ങുന്നുണ്ട്. അതുപോലെ നമ്മൾ ഹോം മിഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജെറിനച്ച ഞാനിപ്പോൾ കാറ്റിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കുട്ടികളെ ഇപ്പോൾ +1 +2 പിള്ളേരൊക്കെയാണ്. അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, സിസ്റ്റർ എങ്ങനെയാണ് തിരിച്ചറിയുക വൊക്കേഷൻ, അതായത് എന്നെ യേശു വിളിച്ചിട്ടുണ്ടോ, എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ അവരോട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്.
ജെറിനച്ചന് എന്താണ് അങ്ങനെ വൊക്കേഷൻ ഡിസേൺ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളോട് പറയാനുള്ളത്? എൻ്റെ ഒരു ദൈവവിളി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 2ാം ക്ലാസ്സിൽ തോന്നിച്ചാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയി. 10ാം ക്ലാസ്സൊക്കെ ആയി. നമ്മളൊരു ടീനേജ് പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളതിനെ പല രീതിയിൽ അതുവരെ ഞാൻ അച്ഛനാവണം എന്ന് ആഗ്രഹിച്ച് പറഞ്ഞിരുന്ന എല്ലാവരുടെ മുമ്പിലും പറഞ്ഞിരുന്ന ഞാൻ 10ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ഓട്ടോമൊബൈൽ പഠിക്കും. എനിക്ക് മെക്കാനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ മെക്കാനിക് പരമായിട്ടുള്ള സാധനങ്ങൾ പഠിക്കാനും ജോലി ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി. അത് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനുള്ളൊരു നാണം എൻ്റെ അത് ആ പ്രായത്തിൻ്റേതായിട്ടുള്ള രീതികളിലൊക്കെ വന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോവില്ല എന്ന് പറഞ്ഞത്. പിന്നീട് ഇതുപോലെ സാഹചര്യങ്ങൾ ഒരു ദൈവാനുഭവം നമ്മളിൽ കൊണ്ടുവരും. ഇപ്പം ഞാൻ ധ്യാനത്തിനൊക്കെ പോയി. ധ്യാനം പോയതുകൊണ്ട് ദൈവവിളി കിട്ടിയെന്നില്ല, ദൈവവിളി ഉണ്ടായിരുന്നു എന്നിൽ. ആ ദൈവവിളിനെ ഒന്നുകൂടി ഉണർത്തിച്ച് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ധ്യാനം എന്നെ സഹായിച്ചു എന്ന് മാത്രം. അപ്പോൾ വീണ്ടും അത് അവിടുത്തെ കൗൺസിലിങ്ങിലൂടെയും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചും എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വഴി മൂലം ഞാൻ പോകാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പോകുന്ന സമയത്തുണ്ടാകുന്ന ക്രൈസിസുകൾ അത് പലർക്കും പല രീതികളിലായിരിക്കാം. പക്ഷേ ഞാൻ ഈശോ പറയുന്നതും ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, കമാൻസി, വന്ന് കാണാനേ പറയുന്നുള്ളൂ. കാരണം ദൈവവിളി എങ്ങനെയാണെന്ന് മുൻകൂട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാനുഷിക ബലഹീനതകൾ ഉള്ളതുകൊണ്ട് നമുക്കറിയില്ല നമുക്ക് വിളിയുണ്ടോ, എനിക്ക് കഴിവില്ല, എനിക്ക് ഭക്തി കുറവാണ്, അല്ലെങ്കിൽ ഞാൻ കുർബാനയ്ക്ക് പോകാറ് എന്നുള്ള ചിന്തകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവാം. അത് നന്നായി പ്രാർത്ഥിക്കുന്നവർക്കുള്ളതാ എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശോ വിളിച്ചതും 12 പേരും 12 വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നാണ്, 12 വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്നാണ്. ദേഷ്യപ്പെടുന്നവരുണ്ടായിരുന്നു, ബലഹീനതകൾ ഇഷ്ടപ്രകാരമുള്ളവരുണ്ടായിരുന്നു. എങ്കിൽ പോലും ദൈവം വിളിച്ചു. പക്ഷെ അവരൊക്കെ ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. വന്ന് കാണാൻ പറയും. നമുക്ക് തോന്നുന്നൊരു കാരണം ഞങ്ങൾ പോയാൽ നടക്കില്ല, ഇത് എത്തിക്കാനായിട്ട് എനിക്ക് ഇതിൻ്റെ എൻഡ് വരെ ഫുൾഫിൽ ചെയ്ത് പോകാൻ സാധിക്കില്ല എന്ന് പറയും. അത് നമ്മൾ നമ്മുടെ തന്നെ കഴിവിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എനിക്കത് പറ്റില്ല എന്ന് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളതാണ് ദൈവവിളിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. നമ്മളിലല്ല നമ്മുടെ ആശ്രയം. ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് പോകുന്ന സമയങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് സഭയിൽ എൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ +2 തോറ്റിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അന്നത്തെ സാഹചര്യത്തിൽ എന്നെ അവർ വിളിച്ച് എന്നെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത്. എനിക്ക് മറ്റുള്ള സഭകളിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ പറ്റില്ലായിരുന്നു. കാരണം ഈ പരീക്ഷയിൽ തോറ്റതിൻ്റെ കാരണം കൊണ്ട് ദൈവം എന്നെ ഒരുക്കി CMI സഭയിലേക്ക് തന്നെ വിടുകയുണ്ടായി. ഞാൻ +2 തോറ്റു എന്ന് പറഞ്ഞാലും അതിനുള്ള ചാൻസുകൾ ദൈവവിളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം മറ്റുള്ളവരിലൂടെ എനിക്ക് നടത്തിത്തരും എന്നുള്ളതാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഞാൻ +2 കഴിഞ്ഞ് തോറ്റ് പോകുമ്പോഴും അവിടെ എനിക്ക് ഫസ്റ്റ് ഇയറിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് ഞാൻ ആ +2 ജയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കഴിവുകളല്ല ദൈവം നോക്കുന്നത്. പക്ഷേ കഴിവുകൾ വളർത്താനും അതുപോലെ തന്നെ ദൈവത്തിന് സേവനം ചെയ്യേണ്ട കഴിവുകൾ നമുക്ക് ദൈവം തക്ക സമയത്ത് തരുന്നുള്ളതാണ്. എന്നെ വേണമെങ്കിൽ അവർക്ക് പറഞ്ഞുവിടായിരുന്നു. ആദ്യത്തെ 1 മാസമോ 4 മാസമോ കഴിഞ്ഞ് എൻ്റെ അന്നത്തെ ആകുലതകളൊക്കെ കാണുമ്പോൾ വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു വിടാമായിരുന്നു. നോട്ട് എലിജിബിൾ എന്ന് വേണമെങ്കിൽ ഒരു സീൽ കുത്തി കഴിഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതിനുള്ള ചാൻസുകളൊന്നും ദൈവം അവരിലൂടെ എന്നിലേക്ക് എനിക്കുള്ള വഴികൾ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ +2 പാസ്സായി. ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു. +2 കഴിഞ്ഞതുകൊണ്ട് നേരെ യൂണിവേഴ്സിറ്റിക്കാണ്. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് വന്ന് കാണാനാണ്. വന്ന് കാണുക, അനുഭവിക്കുക. നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളതല്ല, ഏതവസ്ഥയിലായിരുന്നാലും ഈശോനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആവത്തുള്ളൂ. ദൈവവിളി അത് മനസ്സിൽ തോന്നിച്ചു കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് തോന്നണം. അത് പ്രകടിപ്പിക്കുമ്പോഴാണ് വന്ന് കാണുക, പോയി കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു പോരാന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ്. നമ്മുടെ സാധാരണ കുട്ടികൾക്ക് തോന്നുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എനിക്ക് അതിനുള്ള കഴിവില്ല, ചെന്നാൽ നടക്കില്ല എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ട്. കമൻസി വന്ന് കാണുക, അപ്പോൾ ദൈവം നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തോന്നൽ, ഫസ്റ്റ് തോട്ട് ദൈവം വിളിച്ചിട്ടുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ആയാൽ പോലും ആ ഒരു തോട്ട് തന്നെയായിരിക്കും ദൈവവിളിയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. അങ്ങനെ തോന്നിയാൽ തന്നെയാണ് ആ സ്റ്റെപ്പ് മുമ്പോട്ട് പോയാൽ തന്നെയാണ് അതിനുള്ളൊരു വഴി ദൈവം കാണിച്ചു തരുള്ളൂ.
ഒന്ന് രുചിച്ച് നോക്കിയാലാണ് ഓരോന്നിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മധുരം എന്ന് പറഞ്ഞാലും ഓരോ പേഴ്സൺ അനുസരിച്ച് മധുരത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാവാം. കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അപ്പോൾ അത് രുചിച്ച് നോക്കണം, അത് ചെന്ന് നോക്കണം, കാണണം. അപ്പോഴാണ് ചെന്നച്ച ഒത്തിരി ആഗ്രഹിച്ചിട്ടാണല്ലോ ഈ ഒരു ദൈവവിളിയിലേക്ക് കടന്നു വന്നത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വേണ്ടായിരുന്നു, തിരിച്ചു പോകാമെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഒരു ബേസിക് ആഗ്രഹം എന്ന് പറയുന്നത് അച്ഛനാവുക എന്നുള്ളത് തന്നെ. പക്ഷെ നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ ഉണ്ടാകുന്ന ചില ക്രൈസിസുകൾ, ചില ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ പിന്തിരിഞ്ഞ് നോക്കാൻ ഇടവരുത്തിയിട്ടുണ്ട് പഠിക്കുന്ന കാലങ്ങളിൽ. അത് യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി പഠിക്കുന്ന കാലങ്ങളിലൊക്കെ ഉണ്ടായി. ഡിഗ്രി പഠിക്കുന്ന കാലമാണ് കൂടുതലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെങ്കിലും ആ സാഹചര്യമാണ് എന്നെ കൂടുതലായിട്ട് പിടിച്ചു നിർത്തിയത്. അവിടെ ഉണ്ടായിരുന്ന, ഞാൻ മിഷനിലായിരുന്നു എന്ന് പറഞ്ഞു, അവിടുത്തെ കാലാവസ്ഥകളുണ്ട്, അതുപോലെ തന്നെ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ജീവിക്കുന്ന സാഹചര്യങ്ങളും ആളുകളും കുട്ടികളും. ഞാൻ ബോർഡിംഗ് ഹൗസൊക്കെ ആയിരുന്നു. 10-85 കുട്ടികളുണ്ട്. പിന്നെ അടുത്ത വർക്ക് ലോഡ് അതുപോലെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു കൂടുതലും. എന്താ പറയുക, ഇതൊരു ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നിയ ഒരവസ്ഥകൾ കമ്മ്യൂണിറ്റി ലൈഫിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മളെങ്ങനെയാണ് നിൽക്കണം, എന്താണെന്നൊക്കെയുള്ളൊരു ക്രൈസിസിൻ്റെ സമയം. ആ സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്തത് അച്ഛന്മാരാണ്. സപ്പോർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ എന്നിൽ ഉയർന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ: ഈ ബുദ്ധിമുട്ടുകളുണ്ടായത് എന്തുകൊണ്ടാണ്? എനിക്ക് എൻ്റെ കഴിവ് കുറവുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തി പോകാനാണോ, അതോ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുപോലെ ഒരു അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ എനിക്ക് തന്ന ഉപദേശം എന്ന് പറയുന്നത് ഒരിക്കലും നിർത്തി പോകാൻ വേണ്ടിയിട്ടല്ല. ക്രൈസിസുകൾ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മളെ വളർച്ചയ്ക്കാണ്. ഞാൻ അതിജീവിക്കുമ്പോഴാണ് ഒരു സ്റ്റെപ്പ് ഞാൻ കയറുന്നത്. നമ്മൾ ഹൈ ജമ്പ് ചാടുമ്പോൾ ഒരു വട്ടം ചാടി പിന്നെ എത്ര പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ കോല് ഒന്നും കൂടി മുകളിലോട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒന്നും കൂടി പരിശ്രമിച്ചാൽ മാത്രമാണ് എനിക്ക് ആ ഒരു ലെവലും കൂടി കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇത്. ആ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ ഞാൻ ഒരു പക്ഷേ അയ്യോ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ച് തിരിച്ചു പോകുന്നെങ്കിൽ ഒരു പക്ഷേ റോങ് ഡിസിഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ പറയുമല്ലോ, ഒരു മെച്യൂറായിട്ടുള്ള ടൈമല്ല നമ്മൾ ഡിസിഷൻ ഏത് അവസ്ഥയിലായിരിക്കുന്നു. കൂടുതൽ സന്തോഷത്തിലോ കൂടുതൽ ദുഃഖത്തിലോ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസിഷൻ എടുക്കരുതെന്ന് പറയും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ആൻസർ എന്ന് പറയുന്നത് ഇതായിരുന്നു: മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ്. അതിജീവിച്ചത് അപ്പോൾ അന്ന് ഞാൻ ഉറപ്പിച്ചതാണ്, ഡിഗ്രി കാലത്ത് ഞാൻ ഉറപ്പിച്ചതാണ്, ഇനി പിന്നോട്ടൊരു തിരിച്ച് നോട്ടമില്ല എന്നുള്ളത്. കാരണം തിരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 2 വഞ്ചിയിൽ കാലിട്ടൊരവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു, ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു, ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഫോക്കസ് ഉണ്ടാവില്ല, ഇവിടെയും ഫോക്കസ് ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും എത്താത്തൊരവസ്ഥയിൽ വിടും. അതുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു ഡിസിഷൻ സ്ട്രോങ് ആക്കിയതും. പിന്നീട് അങ്ങോട്ടുള്ള ഒരു 4 വർഷം റീജൻസി തിയോളജിയൊക്കെ പഠിച്ച് ഇപ്പോൾ അച്ഛനായതും. അപ്പോൾ നല്ല അനുഭവമായിരുന്നു. ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകുന്നവർ പലരും എൻ്റെ ബാച്ചിൽ തന്നെ നിർത്തിപ്പോയവരൊക്കെ ഉണ്ട്. പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്തിരി പെർഫെക്റ്റായിട്ട് നിൽക്കാൻ പറ്റും. പെർഫെക്റ്റ് മീൻസ് അതിനേക്കാളും കൂടുതൽ എനിക്ക് ഈ ക്രൈസിസുകൾ വന്നാൽ എനിക്ക് അതിജീവിക്കാൻ പറ്റും. ആ ക്രൈസിസുകൾ എന്നെ കുറേ വളർത്തിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾ വീണ് എണീറ്റ് നടക്കുന്നത് പോലെ ആ വീഴ്ചകൾ, ആ വേദനകൾ കൂടുതൽ നേരെ നടക്കാനും പിന്നീട് ഓടാനുള്ള ഒരു ശക്തി എനിക്ക് തന്നെ. ഇപ്പോൾ സഭയിൽ ഇങ്ങനെ കുർബാന തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ സ്പെഷ്യലി ഈ തിയോളജിയൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ഈ കുർബാന തർക്കം വന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അച്ഛൻ്റെ വൈദിക ജീവിതത്തോടുള്ള ഒരു താല്പര്യത്തെ പിൻവലിക്കാനോ അല്ലെങ്കിൽ ഇത് വേണോ, ഈ തർക്കത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് കുർബാന അർപ്പിക്കുക, ഐക്യത്തിൻ്റെ ബലിയാണ്, പക്ഷേ നമ്മളിപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അച്ഛനെ ബാധിച്ചു? എന്നെ സംബന്ധിച്ച് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന വിഷമത്തേക്കാളുപരി
ദൈവവിളി ബാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവായ രീതിയിലാണ് ഞാൻ എടുത്തിരുന്നത്. ഇതിനു മുമ്പും പട്ടം കണ്ട്, ഈ പട്ടത്തിന് മുമ്പായിരുന്നു ഞാൻ പട്ടം കാണുമ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ പ്രമാണം വായിക്കുന്നുണ്ട്, ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് പുരോഹിത അർത്തി ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന മെത്രാനെ ആയാലും അധികാരികളെ ആയാലും അനുസരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫോർമേഷനിലാണെങ്കിലും സെയിം കാര്യം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കപ്പത്തണ്ട് തിരിച്ചു നട്ടാലും ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്ന് പറയുന്നൊരു കാര്യം. ഞാൻ കുറച്ചൊക്കെ അതിൽ വിശ്വസിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, ദൈവത്തിന് കപ്പത്തണ്ട് തിരിച്ചു നട്ടാലും അതൊന്ന് മുള വരുത്താനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആൾക്കാരിലേക്ക് ഒന്ന് ഫൂളിഷ്നെസ്സാണ്, ഇല്ലോജിക്കലാണെന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിന് അതിന് മുളയെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് കപ്പത്തണ്ട് തിരിച്ച് നട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈശോ തന്നെയാണ്, അതെല്ലാം ക്രോഡീകരിച്ച് വരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ടും ദൈവത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ക്രൈസിസുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈശോയിലേക്ക് തന്നെയാണ്. അനുസരണം, അത് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അത് ദൈവം നടത്തും. ചാവറച്ചൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവഹിതം നടത്തും. അത് നല്ലതിനാണെങ്കിൽ അത് നടക്കും, ഉറപ്പാണ്. അപ്പോൾ ആ ഒരു തോട്ട് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നല്ലതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളത്, ദൈവം അതിന് വേണ്ടി നടത്തുമെന്നുള്ളത്. അതുകൊണ്ട് അധികം ബാധിച്ച് വിഷമമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് സഭയുടെ ഐക്യവും കാര്യങ്ങളൊക്കെ വേണ്ടി. പക്ഷേ ഒപ്പം നമ്മൾ ഒരു വൈദികനായിട്ട് സഭയ്ക്ക് വേണ്ടി നമ്മളായിട്ട് നമ്മുടെ സ്വഭാവം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും കൂടുതൽ അർപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കും. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവിക സന്ദേശം, മാലാഖയാണല്ലോ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ദൈവിക സന്ദേശം നൽകിയത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ദൈവിക ദൂതരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മയുടെ ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസ് അല്ലായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കപ്പക്കോല് തിരിച്ചു കുത്തിയിട്ട അത് ദൈവഹിതം അതാകും, ദൈവഹിതം പോലെ സംഭവിക്കും. അതിനെക്കുറിച്ച് എന്താണ്, ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലേ? അനുസരണം എന്നുള്ളത് വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വ്രതം എന്ന് പറയുന്നത് അനുസരണം എന്നുള്ളതാണ്. മാതാവ് തിരിച്ചു ചോദിച്ചെങ്കിലും മാതാവ് ഏറ്റവും അവസാനം മാലാഖയെ തള്ളിപ്പറയോ അല്ലെങ്കിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻ മീൻസ് ദേഷ്യപ്പെട്ടോ, ഇതെങ്ങനെ സാധിക്കും എനിക്കറിയില്ല. നമ്മളൊരു സ്വാഭാവികമായിട്ടുള്ള പ്രകൃതം കൊണ്ടല്ല മാതാവിൽ പരിശുദ്ധി ഉള്ളതുകൊണ്ട്, കൃപയുള്ളത് കൊണ്ട് തന്നെ മാതാവ് അതൊരു നല്ല രീതിയിൽ അറിയാത്ത ഒരു കൊച്ചെങ്ങനെ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ തിരിച്ചു ചോദിച്ചു. നമുക്കും നമ്മുടെ മുമ്പിൽ ഇല്ലോജിക്കലായിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, നമ്മളെങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ദൈവഹിതം എന്തായിരുന്നു അവിടെ? ഈശോ മാതാവിൽ നിന്ന് തന്നെ വരണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, ഇല്ലോജിക്കലായിരുന്നു. പക്ഷെ മാതാവ് അതിനെ എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറിപ്പോവല്ലേ ഉണ്ടായത്. മാലാഖ എന്താണോ പറഞ്ഞത് അത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അമ്മയും പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളിലും. അധികാരികളിലൂടെയാണ് ദൈവം നമ്മളോട് കൂടുതലും സംസാരിക്കുന്നത്. ഒരുപക്ഷെ അത് നമുക്കൊരു കനപ്പായിട്ട് തോന്നാം, ഒരു ദുഃഖമായിട്ട് തോന്നാം, വിഷമങ്ങളാവാം നമുക്ക് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ദൈവത്തിന് ഇടപെടാൻ ഏതാണ് വഴി എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ദൈവവിളി എന്ന് പറയുന്നതും അതുപോലെ നേരത്തെ ഗോൾഡൻ ജൂബിലി കോയിൻസിഡൻസ് എന്ന് നമ്മൾ പറയുമ്പോഴും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് സമയത്ത് നടത്താനൊക്കെ ആയിട്ട്. ദൈവം നടത്തും എന്നൊക്കെ ചാവർച്ച മനോഹരം, നല്ലതിനാണെങ്കിൽ നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അനുസരിക്കുക എന്നുള്ളത് മാത്രം, ദൈവഹിതം മാത്രം നോക്കുക എന്നുള്ളതാണ്. ജെറിനച്ച, നമ്മൾ ഒക്കെ വളർന്ന ഒരു സമയത്ത് ദൈവവിളി ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമായിരുന്നു. വീടുകളിലായാലും സമൂഹങ്ങളിലായാലും ഒത്തിരി നല്ല കാര്യം, നമ്മുടെ ഒരു ദൈവവിളി ഉണ്ടാകുമ്പോൾ സന്തോഷം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ കാണുവാണെങ്കിൽ നമ്മുടെ കുറവുകളെയൊക്കെ വലുതാക്കി കാണിക്കുകയും നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ, നന്മകളെയൊക്കെ ചെറുതാക്കി കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത, എസ്പെഷ്യലി ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ അതിന് വലിയൊരു ഭാഗമായി തീർന്നിരിക്കുകയാണ്.
എപ്പോഴും നമ്മൾ കാണുന്നത് ഒരു നെഗറ്റീവ് പ്രൊജക്ഷൻ, റിലീജിയസ് ലൈഫ്, സന്യാസ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു നെഗറ്റീവ് പ്രൊജക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കളിലേക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് ആണ് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഈ ബീഡിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിനെ ബാധിക്കുമ്പോൾ, നമ്മുടെ സഭയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ചിന്തകളെ ബാധിക്കുന്നു. അപ്പോൾ വൊക്കേഷൻ ക്രൈസിസ് വരുന്നു എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ പറയാനായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കും, സഭയിൽ നമ്മൾ ഒത്തിരി നല്ല പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു വൈറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ദേഹത്ത് ഈ മൈക്ക് പെട്ടെന്നുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്പോട്ടിലോട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത്രയും വെള്ളയുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് ഒരു കറുത്ത കുത്തിലേക്ക് നമ്മൾ ചുരുങ്ങിത്തീരുന്നൊരവസ്ഥയാണ്. ഒത്തിരി നന്മ പ്രവൃത്തികൾ നമ്മുടെ സഭ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് റിലീജിയസ് കോൺഗ്രിഗേഷൻസും ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആ നന്മ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് ഇന്ന് നമുക്ക് കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളിലും വിദ്യാഭ്യാസമാണെങ്കിലും ഒരു മൂല്യം ഉള്ള വിശുദ്ധി അല്ലെങ്കിൽ വിശ്വാസം ഇതൊക്കെ കൂടുതലും വളർന്നത് നമ്മുടെ സന്യാസ സഭകൾ നയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കേരള കത്തോലിക്ക സഭയൊക്കെ നയിച്ചിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതുവരെ നമ്മൾക്ക് വളരാനായിട്ട് സാധിച്ചത്. അപ്പോൾ എൻ്റെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല കുറവുകൾ. നമ്മളെല്ലാവരും ആയിരിക്കുന്ന വീടുകൾ, ഇപ്പോൾ വരുന്ന സന്യാസികളാണെങ്കിലും അല്ലെങ്കിൽ അച്ഛന്മാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ആ കുടുംബത്തിൻ്റേതായിട്ടുള്ള പോരായ്മകളും ഗുണങ്ങളും എല്ലാം ആ ഒരു വ്യക്തിയിലും അടങ്ങിയിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് തിരിച്ച് സഭയിൽ വരുമ്പോൾ ഒരുപക്ഷെ 10-12 വർഷമൊക്കെ ഫോർമേഷൻ കിട്ടും, നമ്മൾ മാറ്റുമെങ്കിലും നമ്മളിൽ സീൽ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മരത്തിൽ കുത്തി വെച്ചിട്ടുള്ള ചില ദുഷിച്ച കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ട്. അതിൽ ദുഷിച്ചത് മാത്രം എടുത്തു പറയുന്നു, നന്മ പറയാതെ വരുന്നു എന്നുള്ളതാണ്. അത് ഈശോ പറയുന്ന പോലെ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ അവരുടെ നന്മ മാത്രം നമ്മളിപ്പോഴും പറയുകയാണെങ്കിൽ പറയുന്നവനും നന്മയുണ്ടാവും, കേൾക്കുന്ന അവനും നന്മ കുറച്ചുകൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. കൂടുതൽ നല്ല കാര്യങ്ങൾ പറയാനും നമ്മുടെ നന്മകൾ മറ്റുള്ളവരെ അറിയിച്ച് ഈശോയുടെ സുവിശേഷം മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അച്ഛാ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ പട്ടം കിട്ടിയ ഉടനെ കാറുകൾ അല്ലെങ്കിൽ വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള ബൈക്കുകളൊക്കെ ഓടിച്ച് വരുന്ന കൊച്ചന്മാരും DJ പാർട്ടിക്കൊക്കെ പോകുന്ന അച്ഛന്മാർ, ഡാൻസ് കളിക്കുന്ന അച്ഛന്മാർ, അതൊക്കെയാണ് കുറേയൊക്കെ നല്ല യൂത്തിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ അതിനോടൊപ്പം പറയുന്ന ഒരു കാര്യമാണ് ഇവരൊക്കെ ദാരിദ്ര്യവ്രതം എടുത്തിട്ട് ആണ് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യവ്രതത്തെക്കുറിച്ച് ഇതും തമ്മിൽ ഒരു യോജിപ്പുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ദാരിദ്ര്യവ്രതം കൊണ്ട് ഉദ്ദേശിക്കണേ എന്ന് പറയാമോ? ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒട്ടിപ്പിടിക്കാതിരിക്കും ഒന്നിനോടും. ദാരിദ്ര്യം ഇപ്പോൾ നമ്മൾ വീടുകളിൽ നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചടക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഞാനായിരുന്ന സമയത്തും അല്ലെങ്കിൽ മറ്റുള്ള പണ്ടുള്ള സമയങ്ങളിൽ ചേട്ടന്മാരുടെ ഡ്രസ്സ് അനിയന്മാരും ഉപയോഗിച്ച് പോയിരുന്നു, അല്ലെങ്കിൽ ചേച്ചിമാരുടെ ഡ്രസ്സ് അനിത്യമാരും ഉപയോഗിച്ച് വരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കീറാത്ത ഡ്രസ്സായിരിക്കാം, നല്ല ഡ്രസ്സായിരിക്കാം, അവർ വലിപ്പം വയ്ക്കുന്നതിനനുസരിച്ച് അടിയിലുള്ള ആൾക്ക് ഉപയോഗിക്കാം, നല്ലതാണ് അപ്പോൾ അത് കൊടുക്കാനുള്ളൊരു മനസ്സ്. അപ്പോൾ അവന് വേണമെങ്കിൽ മൂത്ത ചേട്ടന് വേണമെങ്കിൽ എനിക്ക് എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കൊണ്ട് നടക്കാം. പക്ഷേ കാലത്തിനനുസരിച്ച് മാറി അത് നല്ല ഡ്രസ്സ് തന്നെയായിരിക്കും, നല്ല രീതിയിൽ നടക്കുക എന്നുള്ളതാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ ചേരികൾ കാണുന്ന രീതിയിൽ നടക്കുന്ന അത് മാത്രമല്ല ദാരിദ്ര്യം. സന്യാസ സഭയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനോടും അറ്റാച്ച് ചെയ്യാതിരിക്കുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നത് എല്ലാവർക്കും നമ്മളെല്ലാവരും തുല്യ ദുഃഖിതര് എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഭാഗിച്ചു കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഉപമയിൽ പറയുകയാണെങ്കിൽ നല്ല സമരിയക്കാരൻ തനിക്കുള്ളത് എല്ലാം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, അതും ഒരു അപരിചിതന് വേണ്ടിയിട്ട് ചിലവഴിച്ചു. നമുക്കുള്ള കാര്യങ്ങൾ കഴിവിൻ്റെ പണമായിരിക്കാം, കഴിവായിരിക്കാം, വസ്തുക്കളായിരിക്കാം, അത് മറ്റുള്ളവർക്ക് വേണ്ടി അത് എൻ്റെ എന്ന് പറഞ്ഞിരിക്കാതെ ദൈവം നൽകിയിട്ടുള്ളതാണ് ഈ കഴിവ് മുഴുവനും, അല്ലെങ്കിൽ എല്ലാ ദാനങ്ങളും. അത് വെറുതെ കിട്ടിയത് വെറുതെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ദാരിദ്ര്യം എന്നത്. പക്ഷേ എനിക്ക് ഇപ്പം അച്ഛനിത് പറഞ്ഞപ്പം കോമൺ ആയിട്ട് സന്യാസികളോട് നിങ്ങൾക്ക് എന്നാ നിങ്ങളല്ല സുഖത്തിലാണല്ലോ, നിങ്ങൾക്ക് എന്നാ കുറവ് എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്,
ഞങ്ങൾക്ക് കിട്ടുന്നതല്ല ഞങ്ങൾ കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീട്ടിൽ പലരും അധ്വാനിക്കുന്നുണ്ടെങ്കിലും പലർക്കും പല ബാങ്ക് ഡെപ്പോസിറ്റാണ്. പക്ഷേ അവർ അധ്വാനിക്കുന്നതൊക്കെ ഒരുമിച്ച് ഒരേ സോഴ്സിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരേ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് അത് വീതം വെച്ചെടുക്കുന്നു. അപ്പം നമുക്കവിടെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ കാണുമ്പോഴാണ് നമുക്കുള്ളത് മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമുക്കവിടെ ഒരു ഞാൻ ദരിദ്രയല്ല, എനിക്കൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയ്ക്കും അവിടെ ഒരു അവകാശമില്ല, വരാൻ ചാൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെ പോലെ എല്ലാം ഒരുമിച്ച് കൊണ്ടു നടക്കുന്നു, എല്ലാവരും വിഭജിച്ചെടുക്കുന്നു, സ്വന്തമായിട്ടൊന്നുമില്ല. ഈ ലൈഫിൽ ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ സന്യാസ സഭയിൽ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ അൺഡിവൈഡഡ് ആണ്. മുറിയപ്പെടാത്ത അല്ലെങ്കിൽ മുറിയപ്പെടാതെയുള്ള ഒരു സ്നേഹബന്ധം. അത് ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോഴാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മുറിയപ്പെടാതെയുള്ള ഒരു സ്നേഹബന്ധത്തിലാണ്. അതുപോലെ തന്നെ സന്യാസ സഭയിലായിരിക്കുമ്പോൾ അവരുടെ നാഥൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ ഹസ്ബൻഡ് ഒരു വൈഫ് എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ആ ദൈവമായിട്ടുള്ളൊരു പൂർണ്ണ സ്നേഹബന്ധമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നൊരു കാര്യം. ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പോലെ നമ്മളിലുണ്ടാകുന്ന കാര്യങ്ങളിലും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അത് പങ്കുവയ്ക്കുന്നത് ഈശോയോടാണ് അല്ലെങ്കിൽ ദൈവത്തോടാണ്. ആ ഒരു ബന്ധം ദൈവമായിട്ടുള്ള ഒരു ഗാഢമായിട്ടുള്ള ബന്ധമാണ് സന്യാസ സമർപ്പിത ലൈഫിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഒരു തൂണ്. നമുക്ക് നിലനിൽക്കാനുള്ള ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം. അതാണ് ബ്രഹ്മചര്യം എന്നുള്ളത് ഈ ഒരു ലൈഫിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുന്നതൊക്കെ. അല്ലെങ്കിൽ ദൈവത്തോടു കൂടിയാണെങ്കിൽ ദൈവമാണ് അവിടെയാണ് അൾട്ടിമേറ്റ് സന്തോഷം നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോകേണ്ട, മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീർന്ന ജെറിനച്ചൻ ഇപ്പോൾ പട്ടം കിട്ടി ഇനി പുതിയൊരു മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ മുന്നോട്ടുള്ള ജീവിതം അനുഗ്രഹപ്രദമായിരിക്കട്ടെ, ദൈവകൃപ നിറഞ്ഞതായിരിക്കട്ടെ. അച്ഛൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് നേടിയ ഈ ഒരു ഈ വിളിയിൽ അവസാനം വരെ നിലനിൽക്കാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം എന്ന് പറയില്ലേ. നമ്മളെല്ലാവരും പല വീട്ടുകളിൽ നിന്ന് പോയി പല സ്വഭാവം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നിലനിൽപ്പ് സന്യാസ സമർപ്പിതരുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് പരസ്പരമുള്ള പ്രാർത്ഥനകളാണ്. നമുക്കുള്ളൊരു മുതൽക്കൂട്ട് അല്ലെങ്കിൽ പിടിച്ച് മുന്നോട്ട് കയറാനുള്ളൊരു കയറ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അങ്ങനെ പരസ്പരം പ്രാർത്ഥിച്ചാൽ നമ്മൾ രണ്ടുപേരും സന്യസ്തരാണ്. അപ്പോൾ നമുക്കത് മുന്നോട്ട് നീങ്ങാനായിട്ട് ഉപകരിക്കുമെന്നുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും അച്ഛനുണ്ടായിരിക്കും. ഇത് ചേട്ടൻ്റെ വൈഫ് ചേച്ചിയാണിത്. ഇത് മോള് മിക്കായേല. എനിക്ക് ഞങ്ങൾ 3 മക്കളാണ്. ചേച്ചിയാണ് മൂത്തത്. ചേച്ചിയും അളിയനും 2 കുട്ടികളുമുണ്ട്. രണ്ടാമത്തെ ചേട്ടൻ, മൂന്നാമത്തെ ഞാൻ. ഇതാണ് ഞങ്ങളുടെ കുടുംബം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.